ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രോഗ്രസ് ലേണിംഗ് സൊല്യൂഷൻ. ഇന്നത്തെ വീഡിയോ ആർക്ക് വേണ്ടിയുള്ളതാണെന്നറിയോ? വീട്ടിലെ കുട്ടികളെ നോക്കിയിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു അമ്മയാണോ നിങ്ങൾ? എന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പല പല ജോലികളിൽ, അതായത് അൺസെക്യൂർഡ് ആയിട്ടുള്ള ജോലികളിൽ ചെയ്തുകൊണ്ട് പഠനത്തിന് സമയം കൃത്യമായി കാണാൻ പറ്റാത്ത ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കൃത്യമായ ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള പഠനം ചെയ്യാൻ സാധിക്കാത്ത ആളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 35 വയസ്സ് ബോർഡറിൽ നിന്നുകൊണ്ട് ഈ വർഷത്തെ PSC പരീക്ഷകളെല്ലാം ഒരു അവസാന ചാൻസ് ആയിട്ടുള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. PSC പഠനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഏവരും ആവലോടെ കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി തൊട്ട് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോ എന്റെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് എനിക്കിനി വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു PSC ആണിത്. കാരണം ദിസ് ഇസ് മൈ, എന്താ പറയാ, ടീച്ചിങ് പ്രൊഫഷണലി ഞാൻ ടീച്ചറാണ്. അപ്പൊ ടീച്ചിങ് PSC മാത്രമാണ് ഇനി എനിക്ക് എഴുതാൻ പറ്റുക. മറ്റു PSCകൾ ഇനി എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഞാൻ കരുതി ഇങ്ങനെ ഒരു രീതിയിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അപ്പൊ എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ എന്നെ പോലെ ആൾക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്കും കൂടെ ഉപകാരമായിക്കോട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് തൊട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുന്നത്. കുറെ ദിവസം ഞാൻ ചിന്തിച്ചു അതിനുവേണ്ടി എന്തൊക്കെ വേണം. കുറെ യൂട്യൂബിൽ നോക്കി, എന്താ പറയാ, ഗൂഗിളിൽ നോക്കി, ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോക്കി. ഇതിനി എന്ത് ചെയ്യണം, നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാസ് തുടങ്ങണമെങ്കിൽ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം. അപ്പോ ടാബ്, സ്മാർട്ട് ബോർഡ്, അങ്ങനെ ഒരുപാട്. ബട്ട് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനോ മറ്റൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇല്ലാത്തതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. എന്റെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്, എന്റെ കയ്യിലൊരു ചെറിയ മൈക്ക് ഉണ്ട്, എനിക്ക് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ നമ്മുടെ മുന്നിൽ കുറച്ച് റിസോഴ്സസ് ഉണ്ട്. അപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്കും എത്തിക്കുക, അത് മാത്രമേ ഉള്ളൂ ഇതിന്. അല്ലാതെ നിങ്ങൾ നോർമലി കാണുന്ന വലിയ വലിയ ആപ്ലിക്കേഷനിലെ പ്ലാറ്റ്ഫോംസ് പോലെ, എന്താ പറയാ, വളരെ വലിയ സ്മാർട്ട് ആയിട്ടുള്ള ക്ലാസ് റൂംസോ സ്മാർട്ട് ആയിട്ടുള്ള ബോർഡുകളോ അങ്ങനത്തെ ടാബോ അങ്ങനത്തെ ഒരു സൗകര്യം എനിക്കില്ല. ഇത് എന്റെ ട്യൂഷൻ സെന്റർ ആണ്, ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ബിൽഡിങ്ങിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എന്റെ സ്വന്തമായിട്ടൊരു മേശയുണ്ട്, സ്വന്തമായിട്ടൊരു ബോർഡ് ഉണ്ട്, സ്വന്തമായിട്ടൊരു മൊബൈലും മൈക്കും ഉണ്ട്, കുറച്ച് റിസോഴ്സസ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തുടക്കം കുറിക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ. ഈവൻ ഒരാൾക്ക് ഇത് ഉപകാരമായി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അറിവെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാധനമല്ല, അത് നമ്മൾ ഷെയർ ചെയ്യേണ്ട സാധനമാണ്. അപ്പൊ ഈ ഒരു ഷെയറിങ്ങിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മാറിമറിക്കുന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങളുടെ പരീക്ഷകൾക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ, അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇത് ഭയങ്കര ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചാനലും അല്ല. ഒരു പ്ലാനിങ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ്. അതിനനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ പോവാണ്. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോവാണ്. എന്റെ കൂടെ കൂടുന്നവർക്ക് കൂടെ കൂടാ, അല്ലാത്തവർക്ക് ബൈ പറഞ്ഞ് പോവാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരുപാട് റിസോഴ്സസ് ആണ്. നമ്മൾ എവിടെ തിരിഞ്ഞാലും PSC പഠനത്തിനായിട്ടുള്ള റിസോഴ്സസുകളാണ്. പക്ഷെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, ഒരാളുടെ വീഡിയോ നമ്മൾ എടുത്ത് കണ്ട് ഓക്കെ ആ പ്ലേലിസ്റ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിനും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് വേറൊരു വീഡിയോ വന്നാൽ നമ്മൾ അതിന്റെ പുറകെ പോകും. അപ്പൊ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റാത്ത നമ്മുടെ ഒരു കഴിവ് കേട് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു പ്രശ്നം അത്. പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു പഠനത്തിനായിട്ടൊരു സമയം മാറ്റി വെക്കാൻ സാധിക്കാതെ വർഷങ്ങൾ നീണ്ടു പോവാണ്. അപ്പോ അതിനും ഒരു മാറ്റം വരുത്തണം. ഇപ്പൊ ഞാൻ ഒരു ദിവസം എത്ര വീഡിയോ ചെയ്യുന്നു അത്ര വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. ആ രീതിയിൽ നമുക്കൊന്ന് നോക്കിപ്പോകാം. പിന്നെ സിലബസ് ഫുൾ അങ്ങോട്ട് കവർ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ സിലബസ് മൊത്തം മുടി പഠിപ്പിച്ച് ഞാൻ നിങ്ങളെ പരീക്ഷയ്ക്ക് വിടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരാളെ കൊണ്ടും പറ്റാത്തൊരു കാര്യമാണ് സിലബസുകൾ ഫുള്ള് കവർ ചെയ്യുക എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, വലിയ വലിയ ആപ്ലിക്കേഷനിലെ പ്ലാറ്റ്ഫോംസിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ വാ തോരാതെ സിലബസ് മൊത്തവും പറഞ്ഞ് പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു തരുന്ന, നിങ്ങൾ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് സമ്മതിച്ചു തരുന്ന ഞാൻ പറയുള്ളത് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവരൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും ഇന്റലക്ച്വൽ ആയിട്ട് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എന്തുകൊണ്ട് PSC ലിസ്റ്റിൽ ഉൾപ്പെടുകയോ PSC ജോലികൾക്ക് കയറുകയോ സാധിക്കുന്നില്ല? എന്ന് വെച്ചാൽ അവരുടെ ടോപ്പിക്കിലാണ് അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റിലാണ് അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത്. നമുക്ക് എല്ലാത്തിനും കുറച്ച് കാര്യങ്ങളാണ് വേണ്ടത്. നമുക്ക് ഒരു വിഷയത്തിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആവണമെന്ന് PSC പറയുന്നില്ല. നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രം നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പഠനം. ഇതൊരു സ്മാർട്ട് ലേണിംഗ് ആണ്, അല്ലാതെ 1 by 1 ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോയി എക്സാം എഴുതുന്ന ഒരു രീതിയല്ല
ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയൊക്കെ പറയുന്നത് നീ ഏതെങ്കിലും നിനക്ക് PSC കുറിച്ച് എന്തെങ്കിലും അറിയോ, നീ ഏതെങ്കിലും ലിസ്റ്റിലൊക്കെ വന്ന ആളാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ LPSന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് കഴിഞ്ഞ ലിസ്റ്റില്. പക്ഷെ നിയമനങ്ങൾ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ ഇനി എന്തായാലും പല രീതിയിലുള്ള കാരണങ്ങളൊന്നും പറയണ്ട. എനിക്ക് ആദ്യത്തെ ഒരു 10 പേരിനുള്ളിൽ തന്നെ എനിക്ക് ഇനിയുള്ള ലിസ്റ്റുകളിലൊക്കെ വരണം എന്നുള്ളത് എന്റെ ഒരു വാശിയാണ്. അപ്പൊ അങ്ങനെ വാശിയുള്ളവർ മാത്രം ഒപ്പം കൂടുക. അപ്പൊ ഇനി അതേപോലെ തന്നെ എന്ത് പഠിക്കും, എങ്ങനെ പഠിക്കും, ഇത്രയും പഠിക്കാണ്ട് ഞാൻ പോയി അങ്ങനെ അവള് നോക്കും അവിടെ ഇന്നൊരു ആപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവള് നന്നായി പഠിക്കുന്നുണ്ട്, മറ്റേ കുട്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്, എത്ര പേര് ഇങ്ങനെ പഠിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഇനി ഇത്രയും പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലായ്മയെക്കാളും എത്രയോ നല്ലതാണ് എന്തൊക്കെയോ കുറച്ചെങ്കിലും ഉള്ളത്. അപ്പൊ നിങ്ങളുടെ കുറച്ചറിവിനെ കൂട്ടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് ലിസ്റ്റിലെ എല്ലാ സ്പേസും അല്ല, നമുക്ക് വേണ്ട ഒറ്റൊരു സ്പേസ് ആണ്, ആദ്യത്തെ 10ഓ 50നോ ഉള്ളിലുള്ള ഒരു സ്പേസ്. അതിനുവേണ്ടി നമുക്ക് ഇനി തൊട്ട് പരിശ്രമിക്കാം. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്? അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട 2-3 റിസോഴ്സസ്. ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. നമുക്ക് കേരള സ്റ്റേറ്റ് സിലബസിലെ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യണം. ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ +1 +2 CBSE നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ തൊഴിൽ വാർത്തയിൽ വരുന്ന കാര്യങ്ങൾ വളരെ ചുറ്റിയായിട്ട് നോക്കാം. ഒരു 10 റിസോഴ്സസ് എടുത്ത് പഠിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഒരു റിസോഴ്സസിനെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുക എന്നുള്ളത്. അപ്പൊ ഇതിനെ തൊട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ എല്ലാം വീഡിയോസിൽ കൂടെയാണോ, എല്ലാം വീഡിയോസിലാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു മാറ്റമുണ്ട്. നമുക്ക് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ കുറെ ഓഡിയോ ക്ലാസ്സസ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ മറ്റു ജോലിക്ക് പോകുന്ന ആരോ ആണ്, അങ്ങനെ ആണ് പെണ്ണെന്നുള്ള ഒരു വ്യത്യാസം ഞാൻ നോക്കുന്നില്ല. ഓരോരുത്തർക്ക് സിറ്റുവേഷണൽ ചേഞ്ചസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എന്ത് വേണേ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഹെഡ്ഫോൺ കുത്തി കുറച്ച് ഓഡിയോ ക്ലാസ് ഇങ്ങനെ കേട്ട് പോകാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കൊരു ടെലഗ്രാം ചാനലും കൂടെ തുടങ്ങിയിട്ട് അതില് ഓഡിയോ ക്ലാസ്സസും ഇടാൻ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പൊ ഈ രീതിയിലുള്ള ഒരു റിസോഴ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു റാങ്ക് ഫയലോ മറ്റോ ആഡ് ചെയ്യാം. ഇപ്പൊ പ്രധാനപ്പെട്ടത് വേണ്ടത് ടെക്സ്റ്റ് ബുക്കുകളും പിന്നെ ഏതെങ്കിലും ഒരു റിസോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിന് തൊഴിൽ വാർത്ത ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. സോ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇനി ആരും ഒഴിവ് പറയണ്ട, നമുക്ക് പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട, നമുക്കേ പറ്റൂ എന്ന് ചിന്തിക്കുക. നമുക്ക് വേണ്ടത് ലിസ്റ്റിലെ മുഴുവൻ സ്ഥലമല്ല, ഒരൊറ്റ പ്ലേസ് ആണ്. അത് നമ്മൾ എടുത്തിരിക്കും, നമ്മൾ കൊണ്ടുപോയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാരും പഠിക്കാൻ റെഡിയാണല്ലോ? അപ്പോ ആരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുന്നതെന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ബൈ, ക്ലാസ്സിൽ കാണാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എന്റെ പേര് ഞാൻ നിങ്ങളെ പരിചയപ്പെടുക ഒന്നും ചെയ്യുന്നില്ല, സോറി. എന്റെ പേര് അനു ശ്രീജിത്ത്. വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് എന്റെ വീട്. ഒരു ട്യൂഷൻ സെന്റർ നടത്തിക്കൊണ്ട് പോകുന്നു. ഇതിനു മുന്നേ PSCന്റെ LPS ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്താ പറയാ, പോസ്റ്റിംഗ് കുറവായതുകൊണ്ട് തന്നെ ജോലി കിട്ടിയിട്ടില്ല. പല സ്കൂളിലും ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇക്കൊല്ലം അതൊന്നും വേണ്ട, പഠിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ പറയാ, അത് അവസാന അത്താണി എന്നുള്ള രീതിയിൽ ഇക്കൊല്ലത്തെ PSC പരീക്ഷകൾ എനിക്ക് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒപ്പം നിങ്ങളെ കുറച്ച് കൂട്ടുകാരെ കൂടെ കൂട്ടി നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാനാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇനി ശരിക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.